നമസ്കാരം. റഷ്യയെ കണ്ട് ഇനി എല്ലാവരും ഭയക്കണം. കാരണം അമേരിക്കയും നേറ്റോയുമല്ല, ഇനി ഈ ലോകം മുഴുവൻ എതിരെ വന്നാലും അതിനെ നേരിടാനുള്ള കരുത്തും ശേഷിയും തങ്ങൾക്കുണ്ടെന്ന് റഷ്യ തെളിയിച്ചിരിക്കുകയാണ്. ഉക്രൈനെതിരെ ലോകത്ത് ഒരു രാജ്യത്തിനും തടുക്കാൻ പറ്റാത്ത ഹൈപ്പർസോണിക് മിസൈലായ ഒറക്ഷ്നിക് പ്രയോഗിച്ചിരിക്കുകയാണ് റഷ്യ. ഇതിലൂടെയാണ് തങ്ങളുടെ കരുത്ത് വീണ്ടും ലോകത്തിനു മുന്നിൽ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കപ്പെട്ടത്. നിരവധി വാർഹെഡുകളോ ആണവ പേലോഡുകളെ വഹിക്കാൻ ശേഷിയുള്ളതാണ് റഷ്യയുടെ ഈ മിസൈൽ. ശബ്ദത്തെക്കാൾ 10 ഇരട്ടി വേഗതയിലുള്ള മിസൈൽ കൂടിയാണിത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതി ലക്ഷ്യമാക്കി ഉക്രൈൻ നടത്താൻ ശ്രമിച്ച ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഈ ആക്രമണത്തെ റഷ്യ വിശേഷിപ്പിച്ചത് എങ്കിലും യാഥാർത്ഥ്യത്തിൽ ഇത് അമേരിക്കയ്ക്കും മറ്റ് നാറ്റോ സഖ്യകക്ഷികൾക്കും യൂറോപ്പിനുമുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. വെനസ്വലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി ലോകക്രമം മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന അമേരിക്കയെയും ഉക്രൈനിലേക്ക് സൈനികരെ അയക്കാൻ തീരുമാനിച്ച നാറ്റോ രാജ്യങ്ങളെയും ശരിക്കും ഭയപ്പെടുത്തുന്ന മിസൈൽ പ്രയോഗമാണ് റഷ്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതേ സമയം തന്നെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് അമേരിക്കൻ സൈന്യവും പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കറിലെ റഷ്യൻ പൗരന്മാരെയും അമേരിക്ക മോചിപ്പിച്ചിരിക്കുന്നത്. കപ്പൽ റഷ്യയുടേത് അല്ലെങ്കിലും അതിലെ 2 ജീവനക്കാർ റഷ്യൻ പൗരന്മാരായതിനാലാണ് ജീവനക്കാരെ വിട്ടില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന റഷ്യ മുന്നറിയിപ്പ് നൽകിയത്. ഉക്രൈനിലേക്ക് ഒറഷ്നിക് വിട്ടതോടെ അമേരിക്കയും ഭയന്നു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ടാണ് മദൂറയെ തട്ടിക്കൊണ്ടുപോയി ലോക പോലീസ് കളിച്ച അമേരിക്കയ്ക്ക് റഷ്യൻ അന്ത്യശാസനത്തിന് മുന്നിൽ ഇപ്പോൾ വഴങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഒറഷ്നിക് മൊബൈൽ മീഡിയം റേഞ്ച് ഗ്രൗണ്ട് ബേസ്ഡ് മിസൈൽ സിസ്റ്റം എന്ന് പറയുന്നത് പ്രയോഗിച്ചാൽ, അതായത് ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആണവ പോർമുന ഘടിപ്പിക്കാതെ തന്നെ ഒരു ഉൽക്കവീണ എഫക്റ്റ് ആണ് സൃഷ്ടിക്കുക. അതാണിപ്പോൾ ഉക്രൈനിലും സംഭവിച്ചിരിക്കുന്നത്. ഇതുവഴി ഒന്നിനും തങ്ങൾ മടിക്കില്ല എന്ന കൃത്യമായ ഒരു സന്ദേശമാണ് ലോകക്രമം മാറ്റിയെഴുതാൻ പുറപ്പെട്ട അമേരിക്കയ്ക്കും ട്രംപിനും റഷ്യ നൽകുന്നത്. അമേരിക്കയും നാറ്റോയും അവരുടെ ചേരിയുടെ ബലത്തിൽ അഹങ്കരിക്കുമ്പോൾ ബദൽ സൈനിക ചേരി സൃഷ്ടിക്കാനാണ് റഷ്യ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിൽ ഇപ്പോൾ തന്നെ ഉത്തര കൊറിയ ഉണ്ട്. ഇറാനും ഈ സൈനിക ചേരിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഭീഷണി അതിരുവിട്ട സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയും ഈ ചേരിയിൽ കണ്ണികളാകുമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ പ്രതീക്ഷ, അല്ലെങ്കിൽ അവരുടെ വിലയിരുത്തൽ. ഇപ്പോൾ തന്നെ ഈ രാജ്യങ്ങൾ എല്ലാം ഉൾപ്പെട്ട ബ്രിക്സ് കൂട്ടായ്മ അതിശക്തമായ സാമ്പത്തികമായ ഒരു ശക്തിയാണ്. അതൊരു സൈനിക ചേരിയായി മാറണമെന്നതാണ് റഷ്യയുടെ ആഗ്രഹവും. ഇതിന് മറ്റ് അംഗരാജ്യങ്ങളും ആത്മവിശ്വാസം പകരുന്ന നടപടിയുമായി റഷ്യയുടെ പുതിയ ആക്രമണം വിലയിരുത്തപ്പെടുന്നുണ്ട്. റഷ്യൻ ഭാഷയിൽ ഹാസൽ നട്ട് എന്നർത്ഥം വരുന്ന ഒറഷ്നിക് ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അഭിപ്രായത്തിൽ ഇതിന് ശബ്ദത്തിന്റെ വേഗതയുടെ മാക് 10 മടങ്ങ് വേഗത കൈവരിക്കാൻ കഴിയും. മാത്രമല്ല ആയുധത്തെ പ്രതിരോധിക്കാൻ ഒരു മാർഗവുമില്ല. വാസ്തവത്തിൽ പുടിൻ നേരത്തെ പറഞ്ഞിരുന്നത് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് യൂറോപ്പിലെ അമേരിക്കൻ സംവിധാനങ്ങൾക്കും അത്തരമൊരു മിസൈലുകളെ തടയാൻ കഴിയില്ല, അത് അസാധ്യമാണ്. അപ്പോ റഷ്യയുടെ അതിർത്തിക്കടുത്തുള്ള കിഴക്കൻ ബെലാറസിൽ റഷ്യ തങ്ങളുടെ പുതിയ ആണവ ശേഷിയുള്ള ഒറഷ്നിക് മിസൈൽ സ്ഥാപിച്ചിരിക്കാമെന്ന് അമേരിക്കൻ ഗവേഷകർ വിശ്വസിക്കുന്നു. കാരണം അതിനുള്ള ഒരു വ്യക്തമായ ഒരു കാരണമുണ്ട്. അമേരിക്കൻ ഗവേഷകർ ഈ വിശ്വാസത്തിന് പിന്നിൽ ഒരു ഉപഗ്രഹ ചിത്രമുണ്ട്. അപ്പൊ ആ ഉപഗ്രഹ ചിത്രം വന്നത് കൊണ്ട് തന്നെ തെളിവ് സഹിതം എത്തിയത് കൊണ്ടാണ് അമേരിക്കൻ ഗവേഷകർ ഇപ്രകാരം ചിന്തിക്കുന്നതും അല്ലെങ്കിൽ അപ്രകാരം വിശ്വസിക്കുന്നതും. എന്തായാലും പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒറഷ്നിക്കിന്റെ പുതിയ സവിശേഷത വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാൻ കഴിവുള്ള ഒന്നിലധികം വാർഹെഡുകൾ വഹിക്കാൻ ഇതിന് കഴിയും എന്നതാണ്. ഇത് സാധാരണയായി ദീർഘദൂര ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.